ബിഗ് ബോസ് സീസൺ 7 അതിൽ അഹങ്കാരിയായ ആദിലയ്ക്ക് ഇനി ബിഗ് ബോസ് ഹൗസിൽ തുടരാനുള്ള അവസരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്നത്തെ എവിക്ഷനിൽ ആദിലയല്ല പോണതെന്ന് നമുക്കറിയാം. വേറെ ആരാ പോണതെന്ന് എപ്പിസോഡ് കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ ആദിലയല്ല പോണത്, ആദില 5ാമത്തെ പൊസിഷനിലോ മറ്റെയാണ്. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ വന്നിട്ട് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയല്ലോ, അത് ആർക്കാ കൊടുക്കേണ്ടത് ചോദിച്ചപ്പോൾ എല്ലാവരും ആദിലയ്ക്ക് കൊടുക്കണം പറഞ്ഞു. അതെന്തായാലും ലാലേട്ടൻ ശരിക്കും പൊളിച്ചടിക്കുന്നതിന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം പ്രശ്നങ്ങളുണ്ടാക്കി. അതുമാത്രമല്ല, ജയിലിലും പോയി കിടന്നു. എന്നിട്ടും എല്ലാവരും അതിൽ അനീഷ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഗ്രൂപ്പിസം തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ആദിലയ്ക്ക് കൊടുത്തത്. പിന്നെ ആദില ബിഗ് ബോസിൽ ജയിലിൽ കിടന്നിട്ട് നിങ്ങളെൻ്റെ സഹോദരനെ പോലെയാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞല്ലോ. അതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇത് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കാതിരിക്കാനായിരിക്കും. കാരണം അവൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ കിച്ചണിൽ വെസലിൽ കഴുകണ സമയത്തൊക്കെ. അപ്പോൾ അതിന് വേണ്ടി അവളിട്ടൊരു നമ്പറായിരുന്നു അത്. അതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വീണു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആരും അതിനെപ്പറ്റി സംസാരിച്ചേ ഇല്ല. ഇപ്പം ഇന്നൊരു പ്രോമോ വന്നതിൽ സുപ്രൂട്ട എന്നൊക്കെ പറഞ്ഞ് ആദിലി നൂറിയും കൂടി കളിയാക്കുന്നുണ്ട്. എല്ലാവരും കളിയാക്കുന്നുണ്ട്. അതായത് അനീഷ് ഒന്നുമല്ല, അനീഷ് എന്തോ ഒരു അവരൊക്കെ എന്തൊക്കെയോ സംഭവമാണെന്നാണ് വിചാരം. ഒന്ന് പുറത്തിറങ്ങി അറിയാം അനീഷ് എത്രത്തോളം സക്സസ് ആണ് ഈ ഗെയിമിൽ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് പറയാനുള്ളത് ആദിലയ്ക്കും നൂറയ്ക്കും ലാലേട്ടൻ എന്തെങ്കിലും ഒരു ചെറിയൊരു വാണിംഗ് കൊടുക്കണം. കാരണം വല്ലാതെ അഹങ്കാരമുണ്ട് അത്. പക്ഷേ ഇന്നലെ കൊടുത്തു. എന്തായാലും ഇന്നലെ ശരിക്കും ആ ഇമ്മ്യൂണിറ്റി പവർ കൊടുത്തിരുന്നെങ്കിൽ അവൾക്ക് ഇതൊന്നും ആയിരിക്കില്ല അവിടെ കാണിക്കുക. അതെന്തായാലും കൊടുത്തു. എന്തായാലും നല്ല ഡബിൾ സ്റ്റാൻഡ് കളിയാണ് ആദിലയുടെ. പക്ഷെ അതിലടുത്തൊന്നും പുറത്തു പോകും തോന്നുന്നില്ല. കാരണം നല്ല സപ്പോർട്ട് അവൾക്കും ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ജിസേലിൻ്റെയും ആര്യൻ്റെയും വിഷയം, അവർ നല്ല ഫ്രണ്ട്സായിട്ട് അവിടെ കഴിയണതിന് മറ്റുള്ളവരുടെ ഓരോ എന്താ പറയുക കണ്ണുകടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അവർ നല്ല ഫ്രണ്ട്സിനെ പോലെയാണ്. അത് അവൾക്ക് അന്ന് കയ്യിൽ ഇഞ്ചുറി ഉണ്ടായ സമയത്ത് കൂടെ നിന്നു, സഹായിച്ചു. ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഇവർക്കൊന്നും ഫ്രണ്ട്ഷിപ്പിൻ്റെ വില അറിയില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സംസാരിക്കുമ്പോഴേക്കും അവിടെ ലവ് കോംബോ, ലവ് ട്രാക്കിൽ പോവുകയാണ്. എന്ത് ഈ ട്രാക്ക്? ലാലേട്ടനും ചോദിച്ചു, ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വരുന്ന ട്രാക്കാണോ? അതൊക്കെ നമുക്കങ്ങനെ പെട്ടെന്ന് പറ്റുമോ? അതൊക്കെ അതിനെല്ലാം എന്താ പറയുക അറിഞ്ഞൂടാ. ഈ ബിഗ് ബോസിൽ എന്താണ് ലവ് ട്രാക്ക്, കരച്ചിൽ ട്രാക്ക്, പിന്നെ വിധവ കാർഡ്, പിന്നെ വുമൺ കാർഡ്, വേറെ എന്തൊക്കെയോ കാർഡുകൾ പറയാം, കരച്ചിൽ കാർഡ് ഒക്കെ ഇറക്കുകയാണെന്ന് പറയാറുണ്ട്. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഫീലിങ്സ് വരുമ്പോഴല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ആദിലയുടെ അഹങ്കാരം ഇനിയും കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഇന്നത്തെ അതിൽ കണ്ടു അനീഷേട്ടാ നമ്മൾ ഫ്രണ്ട്സാണ്, നമ്മൾ ബ്രദറാണെന്നൊക്കെ പറഞ്ഞു. പാവട്ടോ സത്യം പറഞ്ഞ അനീഷ്. കാരണം അതിൽ വീണുപോയി. സത്യമാണ് വിചാരിച്ചു. പക്ഷെ ഇവള് അവനെ ഇട്ട് കളിക്കുകയാണ്, ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളത് അനീഷ് മനസ്സിലാക്കിയിട്ടില്ല ആദില. എന്തായാലും ആദിലയ്ക്കുള്ള തിരിച്ചടി കിട്ടും. വല്ലാതെ ഓവറായി കാണിച്ചാന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ പ്രോമോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. സുപ്രൂട്ടനെ വിളിക്കും. അപ്പോൾ സുപ്രൂട്ടൻ പറയുന്നുണ്ട് എൻ്റെ അനുവാദം ഇല്ലാതെ വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അനീഷ് വഴക്ക് കൂടുമ്പോൾ മാത്രമാണ് മരക്കഴുതേ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഇത് വഴക്ക് കൂടും വേണ്ട, വെറുതെ ഇരിക്കുമ്പോൾ തന്നെ സുപ്രൂട്ട പറഞ്ഞ് വിളിക്കും. എന്താ വെച്ചാൽ എന്തോ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് അനീഷ്. അങ്ങനെ ഒരു വിചാരമാണ്. അതൊന്ന് ലാലേട്ടൻ എപ്പിസോഡിലോ വല്ലതും വന്നിട്ടൊന്ന് മാറ്റിക്കൊടുത്താൽ നന്നായിരുന്നു. അവളുടെ അഹങ്കാരം അതായത് സുപ്രൂട്ടൻ വിളിക്കണ്ടെന്നല്ല പറയണേ, പക്ഷെ അവരുടെ അഹങ്കാരം നൂറടി ആദില എന്തോ സംഭവമാണെന്നാണ് വിചാരം. അവരൊന്നുമല്ല, ഒരു ചുക്കുമല്ല എന്നുള്ളത് പുറത്ത് നിൽക്കണം നമുക്കേ അറിയുള്ളൂ. അതുപോലെ അവർ ഈ ജീവിതത്തിൽ, അതായത് ഈ ലോകത്തിന് വലിയ മാതൃകാ ദമ്പതികളായിട്ട് വന്നിട്ട് നടക്കുകയാണ്. പക്ഷെ ഇതൊരു മാതൃകാ ദമ്പതികളൊന്നും അല്ല. ആയിക്കോട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ അവരെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് വന്ന പോലെയാണ് കാണിക്കുന്നത്. അതാണ് ഇതിപ്പോൾ ആ ലക്ഷ്മി പറയണ പോലെ ഇത് ആർക്കും റിയലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അങ്ങനെ അവരുടെ വീട്ടുകാർക്ക് തന്നെ പറ്റുന്നില്ല, പിന്നെയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് പറ്റുക.
പിന്നെ ഇപ്പോൾ കുറേ സമൂഹങ്ങളുണ്ടല്ലോ, റിയാസിനെ പോലെയുള്ളവരൊക്കെ വന്നിട്ട് കുറേ സംഭവങ്ങൾ പറയുന്ന കാരണം ആൾക്കാർ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊന്നും എന്താണ് നോർമലൈസ് ചെയ്യാൻ ആർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ആദ്യമൊക്കെ വന്നപ്പോൾ അങ്ങനെ തോന്നി. പക്ഷേ ഇപ്പോൾ വീണ്ടും വീണ്ടും ലക്ഷ്മി പറഞ്ഞത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. വല്ലാതെ അഹങ്കാരം, മറ്റുള്ളവരെ കളിയാക്കുക. മറ്റുള്ളവരെ കളിയാക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണം, എന്നാലേ മറ്റുള്ളവരെ കളിക്കാൻ പറ്റൂ. നമുക്ക് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം അല്ലേ? കണ്ടപ്പോൾ വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും അനീഷിന് സപ്പോർട്ട് കൂടുകയുള്ളൂ, അവർക്ക് നെഗറ്റീവ് ആവും. ഇത്രയ്ക്ക് തന്നെ നടക്കാൻ പോണത്. എന്തായാലും ഇന്ന് ലാലേട്ടൻ വന്ന് എന്തൊക്കെയാണ് സംഭവിക്കണത് കാണാം. എന്താണ് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ജിഷിനും നമ്മുടെ അഭിലാഷുമാണ് പോയെന്നാണ് പറയണത് കേൾക്കണത്. അഭിലാഷ് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലായിരുന്നു. പക്ഷേ നിഷിൻ്റെ കാര്യം അറിഞ്ഞൂടാ. നിഷിനല്ല, ജിഷിൻ്റെ കാര്യം അറിഞ്ഞൂടാ. അതുപോലെ ലാലേട്ടൻ വന്നാൽ തന്നെ അറിയുള്ളൂ. എന്താണ് ഈ എപ്പിസോഡ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഈ ബിഗ് ബോസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.